വാ കേറകത്ത്. ഒന്നകത്ത് കേറ്. അകത്ത് കേറാനല്ല പറഞ്ഞു. സോറി. മനുഷ്യൻ ഒരു കാര്യം സൂയിസൈഡ് ചെയ്യാൻ ആദ്യം വിചാരിച്ചത്. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് നേരെ ലോയറെ കാണാൻ വന്നത്. ഡിവോഴ്സ് ചെയ്യണമല്ലേ? എന്നാ പിന്നെ വർഷയുടെ കാര്യം പറയായിരുന്നില്ലേ? വക്കീലിന്റെ ആ കാര്യം മാത്രം പറയാതിരുന്നേ. നിന്റെ മുഖം കണ്ടപ്പോ അതൊന്നും പറയാൻ തോന്നിയില്ല. കണ്ടോ കണ്ടോ മുഖം നോക്കി. ഇങ്ങനെ പഞ്ചപാവത്തിനെ പോലെ മുഖം വെച്ചോണ്ടിരുന്ന എങ്ങനെ പറയാൻ പറ്റും? നമുക്കിടയിലേക്ക് വേറൊരു പെണ്ണ് കയറി വന്നെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുക. ഞാനൊന്നും ചെയ്തിട്ടില്ലടി. അന്ന് രാത്രി അവളുടെ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന് സത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ടെസ്റ്റ് പോസിറ്റീവ് ആയത്? ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും ചെയ്തിട്ടില്ല. അന്ന് ട്രെയിനിൽ വെച്ച് നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചില്ലേ, അതുപോലെ അറിയാതെ എന്തെങ്കിലും വർഷയുടെ കാര്യത്തിൽ സംഭവിച്ചതായിരിക്കും. അപ്പൊ നിനക്ക് ഞാനും അവളും ഒരുപോലെയാ? അയ്യോ ദൈവത്തെ ഓർത്ത് ഈ സബ്ജക്ട് ഇവിടെ വെച്ച് നിർത്തിയാലോ നമുക്ക്? എനിക്ക് കുറച്ച് ദിവസം സമയം എന്താ, ഞാനത് എങ്ങനെയും ക്ലിയർ ചെയ്തോളാം. എന്താന്നറിയില്ല, നീ എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് നിന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അത് പിന്നെ എനിക്ക് അറിയാവുന്നതല്ല ചക്കരെ. എന്നാ പോയല്ലോ. എന്തുപറ്റി ജയ്? ദേഷ്യപ്പെട്ടു പോയവളെ വിട്ടിട്ട് വരുമെന്ന് കരുതിയപ്പോ വീണ്ടും വിളിച്ചോണ്ട് വന്നിരിക്കുന്ന എന്തിനാ? വർഷ പ്ലീസ്. സഹോ, റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് കല്യാണം അമ്പലത്തിൽ വെച്ചായിരിക്കോ അതോ മണ്ഡപത്തിൽ വെച്ചായിരിക്കോ? ജസ്റ്റ് ഗോ ടു ഹെൽ. സോറി വർഷ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ചെയ്തു പോയ തെറ്റ് കാരണം ഇപ്പം എല്ലാവർക്കും പ്രശ്നമായത്. നിനക്കറിയാവുന്നതല്ലേ, അന്ന് ഞാൻ കുടിച്ചുകൊണ്ട് പറ്റിപ്പോയതാന്ന്. ഇപ്പം ഈ കുട്ടി എങ്ങാനും ജനിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അത് നിനക്കും അറിയില്ല എനിക്കും അറിയില്ല, എന്തിനു വേണ്ടി ജനിച്ച കുഞ്ഞിനെ പോലെയോ. അതിന് അതുകൊണ്ട് നീ ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് നീ അത് ഇപ്പം തന്നെ പ്ലീസ്. ഓ, അബോർഷൻ ചെയ്യാനാണോ? അല്ല, എനിക്കങ്ങനെ പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഇപ്പം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പ്ലീസ് വർഷ. ഓക്കെ, ഞാൻ പോയേക്കാം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിനാ പോലീസ് സ്റ്റേഷനൊക്കെ? പിന്നെ പിന്നെ എവിടെ പോവാനാ ജയ്? പറയ് ജെനി. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിന്? ഒരു മിനിറ്റ്. പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ? കംപ്ലൈന്റ് ചെയ്യാനായിട്ട്. നീയായിട്ട് പ്രഗ്നന്റ് ആക്കും, എന്നിട്ട് നീ അബോർഷൻ ചെയ്യാൻ പറയും. ഇത് എന്ത് വലിയ ക്രൈം ആണെന്നറിയോ? ഇതിന് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? ജയ്, വരുന്നു. എന്ത് ശിക്ഷയാടാ? അത് ഞാൻ നോക്കട്ടെ. എന്ത് ശിക്ഷയായിരിക്കും? ലൈഫ് ഫുള്ള് ജയിലിൽ കിടക്കണം. കേരളത്തിലുള്ള സകല ജയിലുകളിലും മാറി മാറി കിടന്ന് നരകിക്കേണ്ടി വരും. അവള് അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഫൈനലായിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോവില്ല. ശരി, അപ്പൊ ഈ വീട്ടിലേതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ഇരുന്നോളണം. അതെ, ഒരുപാട് കണ്ടീഷൻസ് ഒന്നും പറയണ്ട. നീ വെറും വൈഫാ, ഞാൻ അവന്റെ കുഞ്ഞിന്റെ അമ്മയാ. ലീഗലായിട്ട് നോക്കി നിന്നെക്കാൾ റൈറ്റ്സ് എനിക്കാ. റൈറ്റ്സ് അധികം ഉണ്ടെന്നോ? അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവനെ നമുക്ക് ഷെയർ ചെയ്യാം. എന്താ ഷെയർ ചെയ്യാന്നോ? ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്താ ഷെയർ ഔട്ട് വല്ലതാണോ? ഷെയർ ചെയ്യാന്നോ? നിന്റെ റൂമിൽ 3 ദിവസം, എന്റെ റൂമിൽ 3 ദിവസം. അയ്യോ, കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ തോന്നുക. ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ? എന്നല്ലാതെ ആഴ്ചയിൽ 3 ദിവസം ഇവിടെ, 3 ദിവസം അവിടെ, ബാക്കി ഒരു ദിവസം ഞാൻ അവിടെ പോനെ. So this is your problem, eh? അയ്യോ ജെനി, Seriously, I'm going to kill you. നിനക്ക് 3 ദിവസം എന്റെ കൂടെ 3 സവാള അവിടെ വേണമല്ലേ? നാണമില്ലേ നിനക്ക്? ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓപ്പൺ ചെയ്യ. ഞാനും നിങ്ങളുടെ കൂടെ വരാം. ഏയ്, സ്കൂട്ടിയിൽ വന്നാ മതി. ഞാനെന്തിനാ സ്കൂട്ടിൽ വരുന്നേ? കാറിൽ എനിക്ക് ഷെയർ ഉണ്ട്. സഹോ, പുറകെ പോയിരിക്കും സഹോ. ഞാനെന്തിനാടി പിന്നിലിരിക്കുന്നേ? ഞാൻ കൺസീവ് ആയിട്ടിരിക്കല്ലേ. പുറകെ ഇരുന്ന വല്ലാണ്ട് കുലുങ്ങും. അത് കുഞ്ഞിന് നല്ലതല്ലല്ലോ. എന്താ ഇത് ജെ? അവള് പറയുന്നതിലും കാര്യമുണ്ട് ജെനി. അല്ല, പിന്നിലിരുന്ന് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ഒക്കെ വരില്ലേ? ഒന്നത് കൺസീവ് ആയിരിക്കല്ലേ. തൽക്കാലം നീ പിന്നെ പോയിരിക്കേ. ചെല്ല്. എന്താ? അല്ല പിന്നെ
ലുക്ക്, ഇതൊക്കെ വീട്ടിനകത്ത് മാത്രം മതി. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നീ വേറെ ഞങ്ങൾ വേറെ. മനസ്സിലായോ? ആ മനസ്സിലായി. ജയ്, സീരിയസ് ആയിട്ട് പറയാ, ഈ കാര്യം പുറത്ത് ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ഉറപ്പായിട്ടും ജീവനോടെ ഉണ്ടാവില്ല. ഒരു അറ്റാച്ച്ഡ് ബാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ ജോലിക്ക് വന്നത് തന്നെ. 5 മിനിറ്റ് പോലും എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ല. പെൻഡ്രൈവ് ഫയൽ എന്നും പറഞ്ഞ് വെറുപ്പിച്ചോണ്ടിരിക്കുക. ഡാർലിംഗ്, പെൻഡ്രൈവ്. എന്ത് പെൻഡ്രൈവ്? ഒരു പെൻഡ്രൈവ് തന്നിരുന്നില്ലേ? നീ എപ്പോഴാണ് ഡാർലിംഗ് എനിക്ക് പെൻഡ്രൈവ് വന്നേ? ഡാർലിംഗ്, ഞാൻ ഇന്നലെ ഈവനിങ് ഒരു പെൻഡ്രൈവ് തന്നിരുന്നു. ഇന്നലെ ഈവനിങ് നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ. എടാ, ബാറിൽ വെച്ച് റെഡ് കളർ പെൻഡ്രൈവ് തന്നിരുന്നു ഞാൻ. ബാറിൽ വെച്ചോ? അപ്പൊ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിക്ക്, എവിടെ വെച്ചാന്നറിയില്ലല്ലോ. കണ്ടോ ജെനി? ഏയ്, just shut up. നീ തന്ന ഉറപ്പാണോ? നിന്നെയൊക്കെ ഏയ്, ഫോൺ ചെയ്ത ഭയങ്കര സീനാണല്ലോ നീ. That much I'm busy. ഏയ്, എന്താടി നീ കാണിച്ചോണ്ടിരിക്കുന്നെ? ഇത് ഇന്നലെ സംസാരിച്ച കാര്യല്ലേ, വിട്ടു പോകാതിരിക്കാനാ ആക്ഷൻ എടുത്തത്. മോനെ, ഇന്ന് ഈ റൂമിലാ കേട്ടോ. നീ എന്താ കളിക്കാ? അവൻ നടക്കും നീ വിചാരിക്കാൻ വേണ്ട. അതെന്താ? വേണ്ട, ഞാൻ വേറെ എന്ത് ചെയ്യാനാ ജെനി? ആ റൂമിൽ AC ഇല്ല, ഞാൻ അവിടെ കിടന്ന് എങ്ങനെ ഉറങ്ങും? നോക്കിയേ, മര്യാദയ്ക്ക് ചേച്ചി. താങ്ക് യു സഗോ. ഗുഡ് നൈറ്റ്. എന്താടാ മോനെ, ഉറക്കം വരുന്നില്ലേ? ബിയർ അടിച്ച ചിലപ്പോൾ ഉറക്കം വരും, പക്ഷെ ജെനി അത് തരില്ലല്ലോ. നിനക്കിപ്പോ ബിയർ അല്ലേ വേണ്ടത്? എന്താ കിട്ടോ? വെയിറ്റ് ചെയ്യേ. എങ്ങനെയുണ്ട്? താങ്ക് യു. എന്തിനാണ് ഇത്രയും സ്പീഡ് കുടിക്കുന്നത്? ഇതൊരെണ്ണം കഴിച്ചിട്ട് എത്ര ദിവസം എന്നറിയോ? പക്ഷെ തീർന്നുപോയി. വൺ മോർ. അപ്പൊ ഇനിയും കിട്ടോ? കിട്ടുമല്ലോ. ഇതെങ്ങനെ നീ മാജിക് കാണിക്കുന്നത്? നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഹായ്, നല്ല ചിൽഡാണല്ലോ. തീർന്നു പോയല്ലോ. വരുന്നില്ല. അതങ്ങനെ എല്ലാവർക്കും വരില്ലല്ലോ മോനെ. എല്ലാവർക്കും വരില്ലല്ലേ? വൺ മോർ വേണോ? മതി മതി. അതെന്താ? അല്ല, 2 ബിയറിന് മുകളിൽ ഞാൻ കുടിച്ചാലേ പിന്നെ എന്താ ചെയ്യാന്ന് ബോധം ഉണ്ടാവില്ല. എന്താ ചെയ്യാ? ഇങ്ങനെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് ഇങ്ങനെ കിസ് അടിക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെ കിടത്തും. എന്താ സഹോ, പേടിച്ചു പോയോ? എന്തൊക്കെയോ പ്രതീക്ഷിച്ചു വന്ന പോലെ ഉണ്ടല്ലോ. സോറി, കിച്ചണാന്ന് വിചാരിച്ച് ഡോർ ഓപ്പൺ ചെയ്തു പോയതാ. നമ്മുടെ കിച്ചണിൽ ഡോറൊന്നും ഇല്ലല്ലോ. അതെനിക്കറിയാം. ആ, നിന്റെ ലവ് മാറ്റർ പറഞ്ഞോണ്ടിരുന്നല്ലേ, കണ്ടിന്യൂ ചെയ്. അതൊരു ലോങ് ട്രെയിൻ ജേർണിയിലെ ഷോർട്ട് സ്റ്റോറിയാ. കേൾക്കാൻ വലിയ രസമൊന്നുമില്ല, കാണാൻ അടിപൊളിയായിരിക്കും. ഏയ്, എപ്പോഴാ വന്നേ നീ? നൈറ്റ് 12 മണിക്ക് തന്നെ വന്നു. അവള് കിടന്നുറങ്ങി. നല്ല കുട്ടി.